ഹലോ ഫാമിലി, ഞങ്ങൾ ആറ്റിങ്ങലിലെ വീട്ടിൽ വന്നെങ്കിലും വർക്ക് ഫ്രം ഹോം നടക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും മാറ്റമില്ല. അത് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ചെയ്താലല്ലേ പേയ്മെൻറ്റ് കിട്ടും. ആ സമയത്ത് ദേ ഇവിടെ ഒരുത്തി ഭയങ്കര ഉറക്കമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഉറക്കക്കാളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം പോയി അവിടെ ഇരിക്കും, സിറ്റ് ഔട്ടിലിരിക്കും. അവിടെ ഇരുന്ന് വായി നോക്കി ബഹളമൊക്കെ ഉണ്ടാക്കും. അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വല്ല സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും. 3 പേരും കൂടി ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. ആലിയാണ് ഭയങ്കര ബിരുദൻ കേട്ടോ, ഭയങ്കരമായിട്ട് കുറയ്ക്കുക. കേസ് എങ്ങാനും കുറച്ചില്ലെങ്കിൽ ആലി കൂടുതൽ കുറച്ച് അവളെ പ്രേരിപ്പിക്കും കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. മിതിയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, സോനു. അപ്പോൾ അവനെ നോക്കി നിൽക്കുകയാണ്. അവനെ കാണുമ്പോഴേ കുറയ്ക്കാൻ തുടങ്ങി രണ്ടുപേരും. കാര്യം അവൻ കുഞ്ഞിനെ എടുക്കാൻ വരുന്നത് പേടിയാണ്. ആ ടി വിയുടെ അവിടെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ, ആ വയസ്സൊക്കെ നമ്മുടെ ഏതൂട്ടം പോയി തൊടും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഏതൂട്ടൻ്റെ പ്രവർത്തികളൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ഭയങ്കര കുരുത്തക്കേടാണ് ഇവിടെ വന്നിട്ട് ഈ സൂട്ടി കയറിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആയാലും എവിടെ ആയാലും കൊഞ്ചലിന് ഈ സൂട്ടിക്ക് ഒരു കുറവുമില്ല. പിന്നെ അമ്മയുടെ കയ്യിലൊരു സാധനമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ബെംബ്ലീസ്. അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ ആറ്റിങ്ങിൽ പറയുന്നത് ബെംബ്ലീസ് എന്നാണ്. ആ സാധനം ഞാൻ ഈ ഇടയ്ക്ക് വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. ഏതൂട്ടൻ ആദ്യമായിട്ടാണ് അത് കഴിക്കാൻ പോകുന്നത്. അപ്പം ഏതൂട്ടിന് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര പിടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പുളി ഇല്ലായിരുന്നു. യൂഷ്വലി ഇതിനൊരു പുളിയുണ്ട്, പക്ഷേ ഇതിന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ജസ്റ്റ് വെള്ളം കുടിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു വികാരമില്ലാത്ത സാധനമായിരുന്നു അത്. യൂഷ്വലി നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഇതിനകത്തില്ല. ഇന്ന് കഴിച്ചതിൽ കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ആലിമോൻ ദേ കയറി അച്ഛൻ്റെ തലയ്ക്കോട്ട് നിന്ന് ഏട്ടന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്ന നല്ലവനായ അനിയൻ മാറിയത് കണ്ടോ. അമ്മ അവിടെ നിന്ന് പറയുന്നത് ഇതെന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ എന്നാണ് അമ്മ പറയുന്നത്. ഇതിനെന്തോ ഒരു വികാരം ഇല്ലാത്ത ലവനും കൊടുത്തു കേട്ടോ സോനുവിനും. അവനും പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് എന്താ ഇങ്ങനെ, ഇതിന് ടേസ്റ്റ് പുളിയില്ല എന്ന് അവനും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഇസുവും ആലിയും കൂടെ അവനെ കുറച്ച് പേടിപ്പിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവൻ കുഞ്ഞിനെ എടുക്കാനായിട്ട് അവനെ കുറച്ച് പേടിപ്പിക്കുകയായിരുന്നു കേട്ടോ. അവനെ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ അവൻ പോയപ്പോഴാണ് കണ്ടിട്ട് സമാധാനമായി. പിന്നെ അവിടെ വന്ന് സമാധാനമായിട്ട് കിടന്നു. ആരെങ്കിലും കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് മണപ്പിച്ചൊക്കെ നോക്കും കേട്ടോ. ഭയങ്കര ടെൻഷനാണ്, ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, വാ നമുക്ക് പോകാമെന്നൊക്കെ ആരെങ്കിലും തമാശയ്ക്ക് പറയത്തില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാകുമ്പോൾ അപ്പോഴേ കൊച്ചിനെ നോക്കും. പിന്നെ നമ്മുടെ ഈ സൂട്ടി തപ്പി നടക്കുന്ന നമ്മുടെ ബോളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്ന് കളിക്കും. ഇവിടെ വന്നാൽ പിന്നെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ഇവൻ പറയുന്നത് ബോ എന്നാണ്. ഇവന് ബോളൊന്നും വരത്തില്ല, അതാണ് ബോ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഉറക്കവും കളിയും ബഹളവും എല്ലാം ഉണ്ട് എല്ലാവർക്കും. ഒന്നിൽ ഈ സെറ്റയിൽ കയറി കിടക്കും, അല്ലെങ്കിൽ ഇസു കട്ടിൽ റാണി എപ്പോഴും കട്ടിൽ തന്നെയായിരിക്കും. അവളെ കട്ടിൽ റാണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് എവിടെ ആണെങ്കിലും അതെ, അവർക്കൊരു കട്ടിലും തലേണ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇസു ഞങ്ങളുടെ കൂടെയാണോ കിടക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ കൂടെ കട്ടിൽ തന്നെയാണ് ഇസു കിടക്കുന്നതിന് മാറ്റമൊന്നുമില്ല. ആലി പക്ഷേ കയറി വരത്തില്ല. ആലി കട്ടിലിനടിയിലൊക്കെ പോയി കിടക്കും. ആലി പിന്നെ അല്ലെങ്കിൽ അവൻ്റെ ബെഡിൽ കിടക്കും. ഇസുവിന് അതൊന്നും ഇഷ്ടമല്ല. ഇസുവിന് അച്ഛൻ്റെ കാലിൽ തന്നെ കിടന്നാൽ ഇസുവിന് ഉറക്കാൻ വരത്തുള്ളൂ. പിന്നെ പകൽ സമയമൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കിടക്കുന്നത്. ഇത് പല സമയത്തായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പല സമയത്തെ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അമ്മയ്ക്ക് കൈ വയ്യാണ്ടിരിക്കുക. അപ്പം രാവിലെ അമ്മ എന്നെ സഹായിക്കണം. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ സൂര്യതേട്ടനെയും കയറി സഹായിക്കും. സൂര്യതേട്ടൻ മീനൊക്കെ വെട്ടി കൊടുക്കും, ഞാൻ മീൻ കറിയൊക്കെ വയ്ക്കും. അങ്ങനെ കുറച്ച് സഹായിക്കും. പിന്നെ ക്ലീനിങ്ങിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിനൊന്നും പറ്റൂല. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് ബെംബ്ലീസ് കിട്ടിയത്. അവിടുത്തെ വീടാണ് കേട്ടോ ഇത്. അതിൻ്റെ ബാക്കിൽ ആ മരമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ ഊഞ്ഞാലുണ്ട്, 2 ഊഞ്ഞാൽ. അവിടെ പോയിരുന്ന ആടുമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട് പൊട്ടി വീഴുമെന്ന്. കാര്യം ഞാൻ ഊഞ്ഞാൽ കയറിയിട്ട് കുറേ നാളായി. പണ്ട് എൻ്റെ കുഞ്ഞമ്മ ഇതുപോലെ ഊഞ്ഞാൽ ആട്ടിത്തന്നെ. ഞാൻ ഒറ്റ ഇതിൽ പേടിച്ച് പോയിട്ട് തെങ്ങിനെ കൂട്ടി പോയി വീണ് ഞാനങ്ങ് ഊഞ്ഞാലൊന്ന് കൈ വിട്ട് കളഞ്ഞു. അപ്പം അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവിടുത്തെ മോളുണ്ട്, ആ മോൾക്കായിരുന്നു ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ബോയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഏതൂട്ടൻ അവൾ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഇതൊന്നും വലിയ ഇഷ്ടമാണ് കേട്ടോ. അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അനിയന്. അപ്പോൾ അവൻ കുറേ നേരം അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, അതൊന്നും പൊട്ടിക്കല്ലേ മോനെ, അറിയാതെ എടുത്ത് എറിയൊന്നും ചെയ്യല്ലേ, നിൻ്റെ ചെയ്യുന്ന പോലെ ചെയ്യരുത്, ചേച്ചിയുടെ ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവനെ അത് നശിപ്പിച്ചൊന്നുമില്ല കേട്ടോ. വെച്ച് കളിച്ചിട്ട് അതുപോലെ അങ്ങ് തിരിച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, മിടുക്കനായിരുന്നു ആ കാര്യത്തിലൊക്കെ. ഞാൻ ഇതാണ് പറഞ്ഞ ബെംബ്ലീസിൻ്റെ മരം. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയമ്മ കുറേ പറിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുവരാനൊന്നും വയ്യ. നടന്നാണ് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ റെക്സിനെ കണ്ടത്. റെക്സ് ഇവിടുത്തെ അല്ല, മാമൻ്റെ ആണ് കേട്ടോ. മാമനൊക്കെ ഇങ്ങോട്ട് വന്ന സമയത്ത് ജസ്റ്റ് കൊണ്ടുവന്നെയാണ് അവനെ. എന്നിട്ട് അവർ പോകുമ്പോൾ കൊണ്ടുപോകും. അവനെ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാമനും മാമിയും കൂടെ വന്ന സമയത്ത് ഇവനെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതാണ്. പാവാട്ടോ റെക്സ്. ഏതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈസുവിനെ വിളിക്കുമ്പോൾ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതെ, ഏതോട്ടെ ഇങ്ങനെയാണ് രാത്രി ഉറങ്ങുന്നത്. അമ്മമ്മയുടെ അടുത്ത് കിടന്നേ ഉറങ്ങത്തുള്ളൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. പക്ഷേ രാത്രി ഇവന് ഫീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇവന് ഇവിടെ വെച്ച്
കടത്തിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞങ്ങൾ അവനെ അറിയാണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ അമ്മമ്മ അമ്മമ്മ എന്ന് വിളിച്ചുകൊണ്ട് പോകും. മാ നേരെ തിരിയത്തില്ല, അപ്പോൾ അബബ്ബ അമ്പബ്ബ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം അമ്മയുടെ കൂടെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ട് അത് വീഡിയോ ആക്കിയതാണ്. താങ്ക് യു.